പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും പൊതുവെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി എത്തുന്നു ഡോക്ടേഴ്സ് വ്യൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മിക്കവർക്കും കാണപ്പെടുന്ന ഒരു രോഗമാണ് ആമാശയത്തിലേക്ക് ഉണ്ടാകുന്ന അൾസർ, അതായത് സ്റ്റൊമക് അൾസർ. പണ്ടത്തെ അപേക്ഷിച്ച് ഇതുണ്ടാകുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള ആഹാരചര്യയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നവർ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിവതും പുറത്തുനിന്നൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്. അതുപോലെ ഒരുപാട് മസാല അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ആഹാരങ്ങളും ഫാസ്റ്റ് ഫുഡ്, ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഫുഡും, അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ആഹാരചര്യ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റൊമക് അൾസറൊക്കെ ഉണ്ടാകുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. നമ്മുടെ ആഹാരചര്യയിൽ മൊത്തത്തിൽ മാറ്റം വന്നപ്പോൾ തന്നെ ഈ സ്റ്റൊമക് അൾസറിൻ്റെ പ്രശ്നവും കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഈ അൾസറിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഹെലിക്കോപൈലോറി ബാക്ടീരിയ എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ നമുക്ക് ഉള്ളിൽ കൂടുതലായിട്ട് വളരുകയാണെങ്കിൽ ഇത് അൾസറിൻ്റെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് അൾസർ എന്ന് പറയുമ്പോൾ സാധാരണ പെപ്റ്റിക് അൾസർ എന്നാണ് പറയുന്നത്. ഇത് ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് അൾസർ വരാവുന്നതാണ്. വായിൽ വരാവുന്നതാണ്, അന്നനാളത്തിൽ വരാം, ആമാശയത്തിൽ വരാം, ചെറുകുടലിൽ വരാം, എവിടെ വേണമെങ്കിലും വരാം. സാധാരണയായിട്ട് ആമാശയത്തിലും ചെറുകുടലിലും ഒക്കെ കാണപ്പെടുന്ന അൾസറിനെയാണ് നമ്മൾ ഈ പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. അത് അൾസർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മുറിവെന്ന് തന്നെയാണ് അതിനെ കണക്കാക്കാവുന്നത്. അതായത് നമ്മളുടെ ആമാശയത്തിനകത്ത് ഒരു മ്യൂക്കസ് മെമ്പറൈനുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം ചെറിയ വ്രണങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ അൾസർ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നായാലും നമ്മുടെ ദഹനരസത്തിൽ നിന്നായാലും ഒക്കെ തന്നെ നമ്മുടെ ആമാശയത്തിനെയും ചെറുകുടലിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് ഒരു മ്യൂക്കസ് കോട്ടാണ്, അതായത് ഒരു ശ്ലൈഷ്മിക കല. ഈ ഒരു കലയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് വരികയാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമുക്കുള്ള ആമാശയ രസങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ മ്യൂക്കസ് മെമ്പറൈൻ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ ഒരുപാട് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതും ഒരുപാട് മസാലയൊക്കെ ചേർന്നിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴും ഒക്കെ തന്നെ ഈ ഒരു മ്യൂക്കസ് മെമ്പറൈന് പ്രശ്നം ഉണ്ടാക്കുന്നു. അതുപോലെ നമുക്ക് ഹെലിക്കോപൈലോറി ബാക്ടീരിയ കൂടുതലായിട്ട് ആമാശയത്തിൽ വളർന്നു കഴിയുമ്പോഴും അത് ഈ അൾസറിൻ്റെ പ്രശ്നങ്ങൾ കൂട്ടുന്നു. അപ്പം അതുപോലെ മാനസിക പിരിമുറുക്കങ്ങൾ ഒരുപാടുള്ളവർക്ക്, ഓ പോസിറ്റീവ് ബ്ലഡ് ഉള്ളവർക്ക്, ഇവർക്കും ഒക്കെ തന്നെ ഈ അൾസറിൻ്റെ പ്രശ്നം കൂടുതലായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം സ്ത്രീകൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ള സ്ത്രീകൾക്കൊക്കെ തന്നെ ഇപ്പം മിക്കവർക്കും തന്നെ ഈ ആമാശയത്തിലുള്ള ഈ അൾസറിൻ്റെ പ്രശ്നം കാണാറുണ്ട്. അപ്പം നമുക്ക് ഈ അൾസർ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് അതിന് കാണപ്പെടുന്ന സിംറ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ വയറിൻ്റെ നെഞ്ചിൻ്റെ ഇടയ്ക്കായിട്ടൊരു വേദന വരിക, ഒരു കുത്തി വലിക്കുന്നത് പോലെ ചെറിയ രീതിയിലുള്ളൊരു വേദന തോന്നുക, എപ്പോഴും ഒരു ഗ്യാസിൻ്റെ പ്രശ്നം തോന്നുക, ഒരു വയർ വീർപ്പ് പോലെ തോന്നുക, അതുപോലെ ഓഖാനവും ഛർദിയും ഉണ്ടാകും. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ ഒരു ഓഖാനം തോന്നുക, അല്ലെങ്കിൽ പല്ല് തേക്കുന്ന സമയത്തിൽ ഓഖാനം തോന്നുക. ചിലർ ഛർദിക്കാറുമുണ്ട് ഈ പല്ല് തേക്കുന്ന അവസരത്തിൽ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വരുന്ന രീതിയിലുള്ള വയറുവേദന എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ചിലർക്ക് വെറും വയറ്റിലായിരിക്കും വയറുവേദന വരുന്നത്. ചിലർക്ക് ആഹാരം കഴിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വേദന വരാറുണ്ട്. അതുപോലെ ചിലർക്ക് രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഒരു അർദ്ധരാത്രിയൊക്കെ ആയോടുകൂടി വയറുവേദന വരാറുണ്ട്. ഇവയൊക്കെ തന്നെ ഈ ആമാശയത്തിലുണ്ടാകുന്ന അൾസറിൻ്റെ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ ഫുഡ് കഴിക്കാതിരിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷമോ ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഈ വയറുവേദനയും ഈ ഗ്യാസിൻ്റെ ഒരു പ്രശ്നവും അല്ലെങ്കിൽ അസിഡിറ്റി പോലെയൊക്കെ തോന്നുക, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലെയൊക്കെ വരിക, ഇവയൊക്കെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൾസറാണോ എന്നുള്ള കാര്യം എന്തായാലും ചെക്ക് ചെയ്യണം. അപ്പം കൂടുതലായിട്ടും നമുക്ക് ഈ അൾസറിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് എച്ച് പൈലോറി ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കണ്ടെത്താനായിട്ട് അതിന് ലാബ് ടെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിന് ലാബ് ടെസ്റ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ്. അതല്ല എച്ച് പൈലോറി ബാക്ടീരിയയുടെ കുഴപ്പമൊന്നുമില്ല, മറ്റെന്തെങ്കിലും സ്ട്രെസ്സും ഉണ്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കഴിച്ചിട്ടുള്ള എന്തെങ്കിലും ആഹാരചര്യയിലൊക്കെ വന്നിട്ടുള്ള മാറ്റമൊക്കെ കൊണ്ടാണെങ്കിൽ അവയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗമാണ്. ഇപ്പോൾ ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകളും ഒരുപാട് പെയിൻ കില്ലേഴ്സും ഒക്കെ കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ വയറിലുള്ള ഈ എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രശ്നവും കൂടുതലായിട്ട് അവർക്ക് വരാറുണ്ട്. അതുപോലെ നമ്മുടെ ആമാശയത്തിലൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട്. അവയെല്ലാം തന്നെ ഈ കൂടുതലായിട്ട് കഴിക്കുന്ന പെയിൻ കില്ലറും ആൻറ്റിബയോട്ടിക്കും മറ്റുള്ള മരുന്നുകളും ഒക്കെ തന്നെ കൊന്നുകളയും. അപ്പം മൊത്തത്തിൽ ഈ മരുന്നുകൾ ഒരുപാട് കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും നമ്മളുടെ പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നിൽക്കുന്ന ഈ ശ്ലൈഷ്മിക കല അവയങ്ങ് നശിച്ചു പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് വ്രണങ്ങളൊക്കെ വരികയും
ഭയങ്കരമായിട്ടുള്ള വേദനകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് അമിതമായിട്ട് മരുന്ന് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പം എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യത്തിന് മാത്രം മരുന്നുകൾ കഴിക്കുക. നമ്മൾ സ്വന്തം സ്വയം തോന്നിയിട്ട് ഒരുപാട് മരുന്നുകൾ വലിച്ചോരി, ഇപ്പോൾ പെയിൻ വരുമ്പോൾ തന്നെ ഒരുപാട് പെയിൻ കില്ലർ കഴിക്കാം, ഡോക്ടറോട് ചോദിക്കാതെ തന്നെ ഇഷ്ടംപോലെ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴെങ്കിലും അതൊരു അൾസറിൻ്റെ പ്രശ്നമായിട്ട് മാറാറുണ്ട്. അപ്പം അൾസറിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിലൊക്കെ ചെറിയ തുളകളൊക്കെ വീഴുവാനും കുറച്ച് മാരകമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെ കാരണമാവാറുണ്ട്. അപ്പം മറ്റ് ചില ലക്ഷണങ്ങളായിട്ട് ചിലപ്പോൾ അൾസർ കൂടുന്ന അവസരത്തിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഛർദ്ദിക്കുമ്പോൾ അതിനകത്ത് ബ്ലഡിൻ്റെ അംശം കാണുക, അല്ലെന്നുണ്ടെങ്കിൽ മോശം പാസ് ചെയ്യുന്നതിനകത്ത് ബ്ലഡിൻ്റെ അംശം കാണുക. ഇവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അൾസറിൻ്റെ പ്രശ്നം കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും വയറുവേദനയും ഏമ്പക്കവും പുളിച്ചകെട്ടൽ പോലെ വരികയും അല്ലെങ്കിൽ ഓക്കാന വരികയൊക്കെ ചെയ്യുന്നവർ എന്തായാലും ഒരു ഡോക്ടറെ അടുത്ത് ചെന്നതിന് ശേഷം ഈ അൾസറിൻ്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് മൊത്തമായിട്ട് മാറ്റുക. കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും നല്ല ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുക. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസൊക്കെ തന്നെ കഴിക്കുക. നല്ല നാരടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അൾസറിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ഒരുപാട് സ്പൈസി ഫുഡ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവരെപ്പോഴും ചില്ലിയുടെ അളവും മറ്റ് സ്പൈസിൻ്റെയൊക്കെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. അതുപോലെ പാല് കഴിക്കുന്നതും ചിലർക്ക് ഈ അൾസറിൻ്റെ പ്രശ്നം കൂട്ടാറുണ്ട്. അങ്ങനെയുള്ളവർ പാല് കഴിക്കുന്നതും നന്നായിട്ട് കുറയ്ക്കുക. അതുപോലെ നട്ട്സ് കഴിക്കുന്നതും ചിലർക്ക് അൾസറിൻ്റെ കൂട്ടാറുണ്ട്. അപ്പം അതുപോലെ കോഫി, ചായ ഇവയുടെയൊക്കെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. ഒരുപാട് ഫ്രൈ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും ബേക്കറി ഫുഡ്സ്, ഒരുപാട് മധുരം കഴിക്കുന്നത്, ചോക്ലേറ്റ്, ഇവയെല്ലാം തന്നെ അൾസറിൻ്റെ പ്രശ്നമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. അപ്പം പിന്നെ നമ്മൾ കഴിക്കേണ്ട ആഹാരം എന്ന് പറയുമ്പോഴത്തേക്കിനും അൾസറിൻ്റെ പ്രശ്നമുള്ളവർ സ്ഥിരം ബനാന കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പച്ച ഏത്തയ്ക്ക പൊടിച്ചിട്ട് അത് കുറച്ച് കുറുക്കിയിട്ട് ദിവസം 2-3 നേരമായിട്ട് ചെറിയ അളവിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് വയറിൻ്റെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും അൾസറിൻ്റെ വേദനയൊക്കെ ഒന്ന് മാറ്റുവാനും അസിഡിറ്റിയുടെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവയൊക്കെ മാറ്റുവാനും ഒക്കെ തന്നെ നല്ലതാണ്. എന്നാൽ തൈര് കഴിക്കുന്നത് നല്ലതല്ല. എന്നാൽ ഫ്രഷ് ആയിട്ടുള്ള തൈര്, ഇപ്പം പുളിച്ച തൈര്, അപ്പോൾ തലേന്നൊക്കെ ഉറയൊഴിച്ച് വെച്ച തൈരല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള തൈര്, ഇപ്പം ഒരു 4-5 മണിക്കൂർ മാത്രം എടുത്ത് ഉറയ്ക്കുന്ന തൈരാണെന്നുണ്ടെങ്കിൽ അത് ഈ ആമാശയത്തിൻ്റെ അൾസറിൻ്റെ പ്രശ്നം ഹീൽ ചെയ്യാൻ വളരെ നല്ലതാണ്. അത് ആഹാരം കഴിക്കുന്നതിന് മുന്നേയൊക്കെ തന്നെ അധികം പുളിക്കാത്ത ആ ഒരു തൈര് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ആപ്പിളും മറ്റുള്ള ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നതല്ലായിരിക്കും. എന്നാൽ ഒരുപാട് പുളിയുള്ള തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒരുപാട് അൾസറിൻ്റെ പ്രശ്നമുള്ളവർ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ല കാര്യം. അവർക്കൊക്കെ ആ അൾസറിൻ്റെ ആ ഒരു വേദനയും മറ്റു പ്രശ്നങ്ങളൊക്കെ കൂട്ടാനായിട്ട് അത് കാരണമാവും. ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ അൾസറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷനിൽ ബ്ലഡ് കാണുക, അല്ലെങ്കിൽ ഛർദ്ദിച്ചതിനകത്ത് ഒരു കോഫിയുടെയൊക്കെ കളർ പോലെ കാണുക, അല്ലെങ്കിൽ രക്തം പോലെ കാണുക, ഷാർപ്പായിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയറുവേദന വരിക. ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിപ്പം ചെറിയ രീതിയിലൊക്കെ തന്നെ രാവിലെ വെറും വയറ്റിലൊക്കെ തന്നെ ഓർക്കാനം വരിക, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം കുറച്ച് നാൾ കഴിഞ്ഞ് അവർക്ക് കുറച്ച് ക്രോണിക്കായിട്ടുള്ള അൾസർ ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ അവരുടെ ഡയറ്റിൽ ആഹാരചര്യയിലൊക്കെ തന്നെ നല്ല മാറ്റം വരുത്തുക. വെജിറ്റബിൾസും നല്ല നാരടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് മാനസിക പിരിമുറുക്കങ്ങളാണ് പിന്നീട് ഏറ്റവും കൂടുതൽ നമുക്ക് അൾസറിൻ്റെ പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് യോഗാസനങ്ങൾ ചെയ്യുകയോ പ്രാണായാമം ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം അൾസറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അൾസറിൻ്റെ വേദനയൊക്കെ കൊണ്ടുവരുന്നവർക്ക് പെട്ടെന്ന് തന്നെ തിക്തഘൃതമൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ വേദന കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കഷായങ്ങളോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അൾസറിൻ്റെ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പലതരത്തിലുള്ള ഭസ്മങ്ങളും ഒക്കെ ലഭ്യമാണ് ഈ അൾസറിൻ്റെ പ്രശ്നം മാറ്റുന്നത്. അതൊക്കെ തന്നെ ഒരു ഡോക്ടർ നോക്കിയിട്ട് എന്ത് കണ്ടീഷനാണ് ആ പേഷ്യൻറ്റിനുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ സുകുമാരഘൃതമോ തിക്തഘൃതമോ അല്ലെങ്കിൽ തായന്തേരി കഷായമോ അങ്ങനെ പലതരത്തിലുള്ള എന്ത് അസുഖമാണ്, എന്ത് കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഔഷധങ്ങളും കൂടി സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അൾസറിൻ്റെ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ആഹാരചര്യയിൽ നിന്നാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ലിവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒത്തിരി കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവയൊക്കെ തന്നെ നമ്മുടെ ആഹാരചര്യയിൽ വന്നിട്ടുള്ള മാറ്റവും
ഒക്കെ തന്നെയാണ് പ്രധാന കാരണമെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതചര്യയിൽ തന്നെ മുഴുവൻ മാറ്റങ്ങൾ വരികയും നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു നാച്ചുറലായിട്ടുള്ളൊരു അന്തരീക്ഷം നശിച്ചു പോകുന്നു. അങ്ങനെ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം എല്ലാവരും തന്നെ ആഹാരത്തിലൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം വെളുത്തുള്ളിയൊക്കെ പാലിൽ ചേർത്തിട്ട് കുറച്ച് പാൽ കഷായമൊക്കെ ആയിട്ട് വെച്ച് കഴിക്കുന്നത് ഈ അൾസറിൻ്റെ പ്രശ്നം ഹീൽ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ്. അതുപോലെ മാതള നാരങ്ങ കഴിക്കുന്നതും ഒക്കെ തന്നെ അൾസറിൻ്റെ പ്രശ്നം ഹീൽ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ക്യാബേജ് കഴിക്കുന്നത്, അപ്പം റോ ആയിട്ടുള്ള ക്യാബേജ് കുറച്ച് ജ്യൂസാക്കി കുറച്ച് ചെറിയ അളവിൽ രാവിലെ കഴിക്കുന്നതും അതിമധുരത്തിൻ്റെ ചൂർണ്ണവും ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ രാവിലെയോ വൈകുന്നേരമോ വല്ല ഒരു ടീസ്പൂൺ അതിമധുരത്തിൻ്റെ ചൂർണ്ണം ചൂടുവെള്ളത്തിലോ തേനിലോ ചേർത്ത് കഴിക്കുന്നത് ഈ അൾസറിൻ്റെ ആ ഒരു പ്രോസസ്സൊക്കെ ഹീൽ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ ഗ്രീൻ ടീ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലേവനോയിഡ്സ് ഒക്കെ അൾസറിൻ്റെ പ്രശ്നം ഹീൽ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. എന്നാൽ കാപ്പി, ചായ, ചോക്ലേറ്റ്, ഒരുപാട് ഫ്രൈ ചെയ്തിട്ടുള്ള ആഹാരം, ബേക്കറി ഫുഡ്സ് ഇവയെല്ലാം തന്നെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും നമ്മുടെ സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തന്നെ സ്ഥിരമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് അൾസറിൻ്റെ പ്രശ്നമൊന്നുമല്ല, പൊതുവേ ഉള്ള എല്ലാ ഡൈജസ്റ്റീവ് കംപ്ലയിൻസും ക്ലിയർ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പച്ചക്കറികളും അതുപോലെ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ആഹാരങ്ങളെല്ലാം അൾസറിൻ്റെ പ്രശ്നം ഹീൽ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ മഞ്ഞ കളറിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെയാണ്. അതിനകത്ത് ക്യാരറ്റിനകത്തും അതുപോലെ ക്യാരറ്റിനകത്തും പംകിനകത്തും ഒക്കെ തന്നെ ധാരാളം വിറ്റാമിൻ എ ഉണ്ട്. അപ്പം അതുപോലെ ഓറഞ്ചും ഒക്കെ തന്നെ എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം എന്നാൽ ഒരുപാട് അൾസറിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുള്ളവരൊക്കെ ഒരുപാട് പുളിച്ച രീതിയിലുള്ള ആഹാരങ്ങളും പുളിച്ച ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാതിരിക്കുന്നതായിരിക്കുന്നില്ല. അല്ലാത്തവരൊക്കെ തന്നെ സ്ഥിരമായിട്ടും എല്ലാ ഫ്രൂട്ട്സും എല്ലാ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പാലുൽപ്പന്നങ്ങളും എല്ലാം കഴിക്കുക സ്ഥിരമായിട്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ പ്രശ്നമൊക്കെ അൾസറിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും കുറവാണ്. എന്നാൽ അൾസർ വന്നതിന് ശേഷം ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്ഥിരമായിട്ട് തൈര് കഴിക്കുന്നതും അതുപോലെ മറ്റ് നമ്മുടെ ആരോഗ്യത്തിന് യോജിച്ച തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അൾസറിൻ്റെ പ്രശ്നങ്ങളുള്ളവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എച്ച് പൈലോറി ബാക്ടീരിയ അവർക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റാണോ എന്ന് നോക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം, മറ്റെന്തെങ്കിലും അനുബന്ധമായിട്ടുള്ള രോഗത്തിൻ്റെ ഫലമായിട്ടാണോ ഈ അൾസറിൻ്റെ പ്രശ്നം വന്നതെന്നുള്ളത് നോക്കുക. അതുപോലെ ലിവർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അൾസറിൻ്റെ കാര്യത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്.